ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം അവർ കൈവരിച്ചു. എന്നിട്ടും ഈ അമേരിക്കയും ഇസ്രായേലും, അതായത് ട്രംപും നെതന്യാഹുവും പറയുന്നു, ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണം, ഞങ്ങൾ ടെഹ്റാനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കും. എന്താണ് സാർ ഈ ഇറാനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അടുത്തത്, ഈ യുദ്ധത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു, ഈ സംഘർഷത്തിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും? പ്രവചന പ്രവചനാതീതമാണ്. പ്രവചിക്കാൻ പറ്റാത്ത കോൺസിക്വൻസുകൾ ഉണ്ടാകും. വെടി കിടന്ന അതെ, പ്രത്യാഘാതങ്ങളുണ്ടാകും. ഇസ്രായേലിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അമേരിക്കയും അവിടെ ഇരുന്നുകൊണ്ട് ചെയ്താൽ മതി. അവർ ചെയ്യുന്നതിൻ്റെ ഫലം അനുഭവിക്കി വരുന്ന ഈ ഏഷ്യയിലെ പാവപ്പെട്ട വികസിത രാജ്യങ്ങളാണേ, ലോകമെങ്ങാടുമുള്ള പാവപ്പെട്ട ആൾക്കാരാണേ. ഇപ്പം തന്നെ ഒരു മാന്ദ്യത്തിലാണ് ലോകം. ഇന്ത്യ ഒഴിച്ചുള്ള മറ്റു രാഷ്ട്രങ്ങളെല്ലാം അതെ, അതെ, മാന്ദ്യമാണ്. അതെ. സാമ്പത്തിക വളർച്ച അല്ല, ഇല്ല. എല്ലാവരുടെയും സാമ്പത്തിക വളർച്ച ഇടിഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു സുസ്ഥിരമായിട്ട് പോകുന്നത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. മോദിയുടെ നേതൃത്വം കൊണ്ട് മാത്രമാണ്, അതാരും അംഗീകരിക്കാൻ തയ്യാറാവുകയില്ലെങ്കിലും ഇന്ത്യ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ. ലോകം ഇടിഞ്ഞിങ്ങനെ ചൈനയ്ക്ക് പോലും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതെ, ഒരു മെൽറ്റിംഗ് ഓവർ വന്നാൽ തന്നെ ഇന്ത്യയുടെ ആ വളർച്ചയുടെ നിരക്കിനെ അത് വളരെ ബാധിക്കുന്ന കാര്യമാണ്. ഏറ്റവും മുമ്പിൽ ഇന്ത്യ നമ്പർ 1 ആയിട്ട് ഇന്ത്യ തന്നെ ഉണ്ടാവും വളർച്ചയിൽ. അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ വളർച്ചാ നിരക്ക് വളരെ ഗണ്യമായിട്ട് കുറയും. ഇപ്പം തന്നെ നോക്കൂ, നമ്മുടെ സൂക്ഷ്മ തലങ്ങളിൽ നിന്ന് തുടങ്ങാം. ഇറാനിൽ നിന്നുള്ള എണ്ണയാണ് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ ലാഭത്തിൽ. കാരണം അതിൻ്റെ കപ്പൽ ഗതാഗത ചെലവ് വളരെ ചുരുക്കമാണ്. റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അതിൽ വളരെ റുപ്പിയിൽ തന്നെ നമ്മൾ കൊടുത്താൽ മതി, അതെ, പണം അതെ. വളരെ സൗദിയിൽ വില നിന്ന് കുറച്ച് കിട്ടും. വാങ്ങുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ പെട്രോള് അല്ലെങ്കിൽ പിന്നെ എണ്ണ നമുക്ക് ജനങ്ങൾക്ക് ഒരു കൊടുക്കാൻ ബാരലിന് കഴിയും. $76 ആയി. അതെ, ഗ്യാസിൻ്റെ $60 കിടന്നതാണ്. ഗ്യാസിൻ്റെ ഒക്കെ വില ഇതിനനുസരിച്ച് കൂടും. അതെ. വീട്ടമ്മമാർക്ക് ബുദ്ധിമുട്ടായി തീരും, ഹോട്ടലുകൾക്ക് ബുദ്ധിമുട്ടായി തീരും. അങ്ങനെ വില ഇങ്ങനെ വർദ്ധിച്ചു. ഭക്ഷണ സാധനങ്ങൾക്ക് ഉൾപ്പെടെ വലിയ വിലക്കയറ്റം. അതെ, ആ വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നരകയാതന അനുഭവിക്കും. എല്ലാത്തിൻ്റെയും വില കൂടും. ഇപ്പം തന്നെ പലിശ കുറച്ച് കഴിഞ്ഞു ഇന്ത്യയിൽ. അപ്പോൾ സാമ്പത്തിക സ്ഥിതി, സാധാരണക്കാരൻ്റെ ബജറ്റ് എന്നൊക്കെ പറയുന്നതിനെ ഇത് കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യത ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒമേനിയെ കൊള്ളുവാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റ കൈക്ക് നിരാശതയിൽ നിന്ന് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി അവരാക്രമിക്കാൻ പോകുന്നത് അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ സൈനിക താവളങ്ങളെ ആയിരിക്കും. അവരുടെ അവസാനത്തെ മിസൈൽ എന്ന് വീഴുക അവിടെയായിരിക്കും. അത് ഗൾഫ് മേഖലയിൽ വല്ലാത്ത ഒരു സമാധാനമായിട്ടാണ്. ആ സമാധാനം തകർക്കപ്പെടും. അത് ബാധിക്കുക കോസ്റ്റൽ ഇക്കോണമിക്ക് വേണ്ടി ഇന്ത്യക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗൾഫ് പ്രവാസികളെയാണ് വളരെ കൂടുതലായിട്ട്, അവരുടെ കുടുംബങ്ങളെ. അത് കേരളത്തിന്റെ എക്കോണമിയാണ് തീർച്ചയായും കുഴപ്പത്തിൽ ഉണ്ടാവാൻ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയെ അത് കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യത. പിന്നെ വരാൻ പോകുന്ന ഹോർമൂസ് കടലിടുക്ക് അവരങ്ങ് അടച്ചു വയ്ക്കും. ഇറാൻ വിചാരിച്ച അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ലോകത്തിലുള്ള പ്രതിസന്ധിയിലാവും. വില വളരെയധികം 10 മടങ്ങ് വർദ്ധിക്കും. അതുപോലെ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ വളരെയധികം കുറയും. സാധനങ്ങൾ കിട്ടാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. യുദ്ധത്തിൻ്റെ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും. ഇതൊക്കെയാണ് പ്രാഥമികമായിട്ട് ഈ ഒരു ചെറിയ ലിമിറ്റഡ് വാർ വന്നാൽ പോലും ഉണ്ടാകുക. ലോകമായി ഇപ്പം ചൈനയും റഷ്യയും സംയമനം പാലിക്കുന്നതുകൊണ്ടാണ് അമേരിക്ക ഇതുപോലൊക്കെ അഹങ്കാര വർത്തമാനങ്ങൾ പറയുന്നത്. എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഇങ്ങനെ ചെയ്യാൻ? ലോകത്ത് മറ്റൊരു രാജ്യത്തിന് ബോംബുണ്ടെന്നും പറഞ്ഞ് വേറൊരു രാജ്യത്തിന് കയറി ആക്രമിക്കാൻ അവകാശമില്ല. ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതാണെന്ന് പറയുന്നെങ്കിൽ ആ ലക്ഷ്യം നിറവേറ്റാൻ നിങ്ങൾക്ക് നിയമപരമായിട്ട് ആരാണ് പിന്തുണ നൽകി? ഐക്യരാഷ്ട്രസഭ നിങ്ങളെ ചുമതലപ്പെടുത്തിയോ? ഏതെങ്കിലും ഗൾഫ് രാജ്യം നിങ്ങളെ ചുമതലപ്പെടുത്തിയോ? ഗൾഫ് രാജ്യങ്ങളിൽ 20 ഒരുമിച്ച് ഇറാനോടൊപ്പം ധാർമ്മികമായിട്ട് നിൽക്കുക. സൈനികമായിട്ട് അവർക്ക് ബലമില്ല, ധാർമ്മികമായിട്ട് അവരോടൊപ്പം നിൽക്കുന്നുണ്ട്, നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേലും ഇറാനും അവർക്ക് ഒരുപോലെ ശത്രുക്കൾ തന്നെയാണ് വാസ്തവത്തിൽ. ഇറാൻ തകർന്നാലും ഇസ്രായേൽ തകർന്നാലും അവർ സന്തോഷിക്കുകയുള്ളൂ. ഇസ്രായേൽ ഇപ്പോൾ ജയിച്ചുകൊണ്ട് ഖമേനിയെ കൊല്ലുക എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളാണെങ്കിലും സുന്നി മുസ്ലിങ്ങളും മുസ്ലിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒന്നാവും. കാരണം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയുന്നത് സുന്നി അല്ലെങ്കിൽ ഷിയ വേർതിരിവില്ലാത്തതാണ്. അവരുടെ ഐക്യം, നമ്മളുടെ ഒരാളിനെ കൊന്നു എന്നുള്ളൊരു ബോധം അവിടുത്തെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രത്തെയാണ് നിങ്ങൾ കയറിയാക്കണമെങ്കിൽ. അപ്പോൾ ഒരു വർഗീയത വരാൻ സാധ്യതയുണ്ട്. വർഗീയമായ നിലയിൽ അതൊരു തിരിച്ചടി വരുത്താൻ സാധ്യത, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ഇസ്രായേൽ ഇതിൻ്റെ ആണവ നിലയങ്ങൾ തകർത്തിട്ടൊന്നുമില്ല. പ്രശാന്ത് പറഞ്ഞതുപോലെ ഫോർഡ് എന്നുള്ള സ്ഥലത്ത് പർവ്വത നിരകൾക്കിടയിലാണ്, മിസൈലുകളൊന്നും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സ്ഥലത്ത് ഫോർഡോ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. 200 മീറ്റർ ആഴത്തിലാണ് ഇവർ ആണവം ഭൂഗർഭ നിലയം 200 ഭൂമിക്ക് 200 മീറ്റർ ആഴത്തിൽ. അപ്പോൾ ഈ
ഇസ്രായേലിന് ഇപ്പോൾ കയ്യിലുള്ള എല്ലാ ബോംബുകളും കൊണ്ടിട്ടാലും ശരി, അവിടെ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു ടെക്നോളജി അതിനില്ല. അതേസമയം അമേരിക്കയുടെ സ്ഥലത്തുള്ള ക്ലസ്റ്റർ ബോംബുകൾ, ബങ്കർ ബോംബുകൾ, ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയും, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെ തകർക്കാൻ പറ്റും. അമേരിക്ക വിചാരിച്ചാൽ നടക്കും. അതുകൊണ്ട് മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അവിടെ വികിരണം ഉണ്ടാവും. ഫലമായിട്ട് ഇറാനിലെ ജനങ്ങൾ പണ്ട് അമേരിക്ക ചെയ്ത കൊടും യുദ്ധ കൊലപാതകം, അതായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്നത്. അതുപോലെ തീയാണ്, തീയിൽ കത്തിയ ആളുകൾ മരിക്കും. അതായത് 25,000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തിളച്ച വെള്ളത്തിൻ്റെ ചൂടെന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. ഇത് 25,000 ഡിഗ്രി ഉള്ള മണ്ണിലും വെള്ളത്തിലും കിടന്ന ആൾക്കാരെ അതുപോലെ നരകിച്ച് മരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും വികിരണം വന്നു കഴിഞ്ഞു. പിന്നെ അവിടെ ജനിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട എല്ലാവരും ഈ റേഡിയേഷൻ എടുത്തിട്ട് ബ്ലഡ് ക്യാൻസർ അതുപോലുള്ള അസുഖങ്ങൾ എല്ലാം വന്ന് മനുഷ്യരെ ഇങ്ങനെയൊക്കെ വലിയ തിരിച്ചടി. അതൊരു മനുഷ്യാവകാശ ലംഘനമല്ലേ? അമേരിക്ക നാഗസാക്കിയിലും ഹിരോഷിമയിലും കാണിച്ചത് മനുഷ്യാവകാശ ലംഘനമല്ലേ? ഈ ഐക്യരാഷ്ട്രസഭ എന്തിനായിരിക്കുന്നത് പാവയെ പോലെ ഇങ്ങനെ മരപ്പാവയെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇടപെടണ്ടേ? ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ചർച്ചകൾ വിളിച്ച് നടത്തണ്ടേ? എന്തിനാ നിങ്ങളുടെ സുരക്ഷാ കൗൺസിൽ, സെക്യൂരിറ്റി കൗൺസിൽ? അല്ല, UN വെറും ഒരു നോക്കുകുത്തിയായി മാറി. അമേരിക്ക കീ കൊടുക്കുന്നതിനനുസരിച്ച് ചലിക്കുന്നതായിട്ട് മാറി. ഇവിടെ അല്ലേ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഇസ്രായേൽ. ഇവിടെ ഇന്ത്യ വളരെ കൃത്യമായൊരു നിലപാടെടുത്തു. ആരുടെയും പക്ഷം ചേരാതെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നൊരു നിലപാടാണ് ഇന്ത്യ എടുത്തത്. ഇന്ത്യ എടുത്താണ് ഏറ്റവും നല്ല നിലപാട്. കാരണം ആരുടെയും പക്ഷം ചേരാതിരിക്കും. ഇത് രണ്ടും G7 ഇസ്രായേലിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു. പക്ഷെ അവരും പറയുന്നത് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം. G7 പറയുന്നത് ഇസ്രായേലിന്റെ സെക്യൂരിറ്റി നോക്കാനുള്ള, സുരക്ഷ നോക്കാനുള്ള അവകാശം അവർക്കുണ്ട്. എന്താ ഇറാൻ അവരുടെ സെക്യൂരിറ്റി നോക്കാൻ എന്താ അവകാശമില്ലേ? എന്താ ഇറാൻ എന്താ വേറൊരു ലോകത്തു നിന്ന് വന്ന രാജ്യമാണ്? ആകാശത്തു നിന്ന് പൊട്ടി വീണ രാജ്യമാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ടത്തെ കാലത്ത് ബ്രാഹ്മണർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടായിരുന്നു, എന്നാൽ ദളിതർക്ക് അതില്ല എന്ന് പറയുന്നത് പോലെ ഒരു മാടമ്പി സംസ്കാരത്തിലേക്ക് പോവുകയാണ് രാഷ്ട്രം. ചില രാഷ്ട്രങ്ങൾക്ക് മാത്രം പ്രത്യേക അവകാശങ്ങൾ. ഞാൻ പറയുന്നത് ഇതുവരെ ഇസ്രായേൽ ചെയ്ത എല്ലാ കാര്യങ്ങളെയും അനുകൂലിച്ചു കൊണ്ടുവരുന്നു. ഭീകരവാദത്തെ അവരെ ആക്രമിച്ചു, തോൽപ്പിച്ചു. ഭീകരവാദത്തിന് എതിരെയുള്ള ആക്രമണം അവിടെ തീർന്നു. പക്ഷെ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെ നടത്തുന്ന ആക്രമണം ഉണ്ടല്ലോ, അത് തെറ്റാണ്. ഇന്ത്യ ഇതേ മാതൃക തന്നെയാണ് സ്വീകരിച്ചത്. ഭീകരവാദികളുടെ ക്യാമ്പുകളാണ് നമ്മൾ നശിപ്പിച്ചത്. പാകിസ്ഥാനോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, നിങ്ങളുടെ പട്ടാള ക്യാമ്പ് മര്യാദയ്ക്ക് ഇവിടെ നടത്തുന്നത്. പക്ഷെ പാകിസ്ഥാൻ കയറി പ്രതികരിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് വീണ്ടും അടിക്കേണ്ടി വന്നു. ഈ വ്യോമതാവളങ്ങളൊക്കെ ആക്രമിച്ചത് അതാണ് ശരിയായ മാതൃക. അപ്പം നമുക്ക് ധാർമ്മികമായിട്ട് അവകാശമുണ്ടെന്ന് പറയാൻ നമ്മൾ ആ മാതൃക പിന്തുടരും. പിന്നെ ഇവർ പറയുന്നത് എന്താ പറയുന്നത്? അനുവാദം ഈ ആണവ വ്യാപന ഒപ്പിട്ടില്ല. ആരോ ഒപ്പിട്ടില്ല? പാകിസ്ഥാൻ ഒപ്പിട്ടിട്ടുണ്ടോ? എന്താ പാകിസ്ഥാനെ നിങ്ങൾ അടിക്കാത്തത്? ആണ് ഇറാനെ അടിക്കുന്നത്. ഇറാനേക്കാൾ കൊടിയ പാപം ചെയ്തിട്ടുള്ള പാകിസ്ഥാനെ നിങ്ങൾ എന്തുകൊണ്ട് തൊടുന്നില്ല? ഇപ്പോഴും അവിടെ വന്നിട്ട് സദ്യ ഒരുക്കി കൊടുക്കുകയാണല്ലോ. അവിടെ ആസിം മുനീറിനെ അവിടെ അതിഥിയായിട്ട് വെച്ച് സദ്യ ഒരുക്കി കൊടുക്കുകയാണല്ലോ. ഉരുളകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തേ ബോംബുകൾ ഇറാനും ഉരുളകൾ പാകിസ്ഥാനും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതൊരു തരം വലിയ വൃത്തികെട്ട വിവേചനമല്ലേ അത്? പാകിസ്ഥാനെ രഹസ്യമായിട്ട് എന്തൊക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അതെ, അമേരിക്ക പാകിസ്ഥാനെ തകർത്തിട്ട് ഇറാനെ തകർത്തിരുന്നെങ്കിൽ ഞാനത് അംഗീകരിച്ചിരുന്നു. പാകിസ്ഥാനോട് ഒട്ടിപ്പിടിച്ച് നിന്നിട്ട് ഈ ഒരു വീരസ്യം ഇവരോട് കാണിക്കുന്നത് അത് വേറെ എന്തോ കാര്യങ്ങളാണ്. ഇത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടല്ല, ലോകത്തിൻ്റെ നാശത്തിന് വേണ്ടിയിട്ടാണ്.